യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ പാരിലെ പൗരോഹിത്യത്തിൻ്റെ കൃപാവരത്തെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുള്ള ഒരു സഭാ സമൂഹത്തിൻ്റെ പുതിയ കാലഘട്ടത്തിലെ പുരോഹിതരായി കോന്നാത്ത് ഭവനത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ ഈ മക്കൾ ജോസഫും തോമസും അവരുടെ പൗരോഹിത്യത്തിൻ്റെ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, അവരെ നിരന്തരമായി ദൈവസന്നിധിയിൽ ഓർക്കുന്നതിന് നമുക്കൊരു ക്ഷണക്കത്ത് കിട്ടി. അതിൻ പ്രകാരമാണ് ഇവിടെ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക. പ്രത്യേകം നിങ്ങളെ ക്ഷണിച്ച് വരുത്തിയതാണ്. ആ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ ഔദാര്യത്തോടെ സ്വർഗം ഞങ്ങളെ ചേർത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടൊത്ത് കർത്താവിന് നന്ദി പറയാൻ സാധിക്കുമല്ലോ. കർത്താവിൻ്റെ സഭയിൽ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ സമർപ്പിത ഭാവത്തോടെ നടത്തുന്നതിന്, ഞങ്ങൾ വിനീത ഹൃദയരാകുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങളെ പുരോഹിതരായി എന്നും കാണുന്നതിന് മനസ്സുള്ളവരായി ഞങ്ങളോടൊപ്പം നിങ്ങൾ എന്നും ഉണ്ടാകുമല്ലോ. ക്ഷണക്കത്തിൻ്റെ പിറകിലെ അടിസ്ഥാന രഹസ്യമാണ് യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ നിത്യമാം ജീവൻ നേടാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം വളരെ സന്തോഷമുള്ള അവസരമാണ്. ഞാനും തോമസ് പിതാവും ഒരേ വണ്ടിക്ക് ഒരേ ദിവസം മൂഴിയാർ ബസ്സിന് തിരുവനന്തപുരത്ത് പോയതാണ്. അന്ന് മുതലേ വടശ്ശേരിക്കരയുമായും ഈ കോന്നാത്ത് കുടുംബവുമായിട്ടുള്ള ബന്ധമാണ്. അവർ കുടുംബത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഈ സന്തോഷത്തിൽ ഞാനും ഭാഗവാക്കാകുന്നത്. ഭദ്രാസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവ കൂട്ടായ്മ എന്നുള്ള പ്രത്യേകതയുണ്ട്. അതോടൊപ്പം സണ്ണി അന്ന് പള്ളിയോടും എല്ലാം വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ സണ്ണി നല്ലൊരു അച്ഛനായി കാണാൻ ഞങ്ങളെല്ലാം ആഗ്രഹിച്ചു, ചിലപ്പോൾ ആകുമെന്ന് വിചാരിച്ചു. എത്ര നന്നായി ആകാഞ്ഞത് എന്നിപ്പോൾ വിചാരിക്കുകയാണ്. ആലിസിനോട് കൂട്ടിച്ചേർന്ന് നമ്മുടെ സഭയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് മിടുമിടുക്കന്മാരായ തങ്കക്കുടങ്ങളായ 2 അച്ഛന്മാരെ നമുക്ക് നൽകി. ഈ മാതാപിതാക്കൾ അനുഗ്രഹീതരായി. നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് ഈ അച്ഛന്മാരുടെ മാതാപിതാക്കൾ എന്നുള്ള നിലയിലാവും എന്നുള്ളത് ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു. അങ്ങനെ ഗിഫ്റ്റ് നമുക്ക് കിട്ടാനിടയായി. മൂന്നാമതായി ജോസഫ് മാർ തോമസ് തിരുമേനി തൻ്റെ പേര് 2ആയി വിഭജിച്ച് ഒരാൾക്ക് തോമസ് എന്നും ഒരാൾക്ക് ജോസഫ് എന്നും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ആ നാമം, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും അനശ്വരമാക്കിയിരിക്കുകയാണ്. ധാരാളമായ കൃപകൾ ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ മൈലപ്ര ഇടവക തന്നെ നമ്മുടെ ഭദ്രാസനത്തോടൊപ്പം കൂടുതൽ ധന്യമാകുന്ന അവസരമാണ്. വളരെയേറെ പാരമ്പര്യമുള്ള കുടുംബമാണ്, ഇടവക കൂട്ടായ്മയാണ്, സഭയോടെപ്പോഴും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയാണ്. ഇതിനാതിഥ്യം വഹിക്കാൻ ഈ ഭദ്രാസനത്തിനും ഈ ഇടവകയ്ക്കും അവസരം ലഭിച്ചു. ഇത് ഒരു
തുടക്കമാണ്. ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ ഇവിടെയുണ്ട്. പുണ്ടയ്ക്ക് വാർഷികം ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. അടുത്ത വർഷം പുണ്ടയ്ക്ക് വാർഷികം 17 സെപ്റ്റംബർ 17, 18, 19, 20 തീയതികൾ നടക്കുന്നതും ഇവിടെ വെച്ച് തന്നെയാണ് എന്നുള്ളതും. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ ഭദ്രാസനത്തിന് വേണ്ടി ഇവിടെ നടക്കുന്ന ആഘോഷ പരിപാടികൾ വലിയ സാക്ഷ്യമായി തീരുന്നതിനും ഉണ്ടാകണം എന്ന് സ്നേഹത്തോടെ ഈ അവസരത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പോൾ നിലക്കത്തക്കതിൽ അച്ഛൻ്റെ അസാധാരണമായ ആ ഒരു സംഘാടന വൈഭവവും ആഴമായ ആത്മീയതയും ഇതിൻ്റെ എല്ലാം പിൻപിലുണ്ട് എന്നുള്ളതും സന്തോഷത്തോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ഇവിടെയെല്ലാം നിത്യമായി പകൽ ആരാധന നടക്കുന്ന ഒരു സെൻറ്ററാണ്. ഇവിടെ ഇനി മധുവ കുറേ കൂടി മനോഹരമാക്കുന്നതിനെ പറ്റി അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നൊരവസരമാണ്. ഈ ഇടവക തന്നെ കുറേ കൂടി അനുഗ്രഹീതമായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതോട് ചേർന്ന് തീർച്ചയായും ഗുഡ്ഗാവ് ഭദ്രാസനം ഒരു മിഷണറി ഭദ്രാസനം എന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയും സ്നേഹവും പരിഗണനയും പിൻബലവും ആവശ്യമുള്ള ഭദ്രാസനമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെതായ 2 അച്ഛന്മാരെ അംഗീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണക്ക് പറയുമ്പോൾ പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ആ കണക്കിൽ കൂടി ഉൾപ്പെടുത്തണം. ഇപ്പോൾ 5 അച്ഛന്മാരുണ്ട്, ഉൾപ്പെടുത്തണം എന്ന് കൂടി അവസരത്തിൽ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. പിതാവിൻ്റെ ശുശ്രൂഷകൾക്ക് ആ ഒരു കൂട്ടായ്മയിലേക്ക് 2 അച്ഛന്മാർ കൂടി വരുന്നതോടെ കൂടുതൽ അനുഗ്രഹം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അസാധാരണമായ പ്രസാദം പിതാവിൻ്റെ മുഖത്തുണ്ട്. അടുത്ത നാളുകളിലൊന്നും ഇത്രയും സന്തോഷം കണ്ടിട്ടില്ല എന്നുള്ളതും ഈ അവസരത്തെ ഓർമ്മിക്കുന്നു. ഇതിൽ ഈ ഇടവക അംഗങ്ങളായി ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സിസ്റ്റേഴ്സ് എല്ലാവരും ഈ ഒരു കൂട്ടായ്മ ഒന്നായി നൽകിയ വലിയ ആ നേതൃത്വത്തെ ഹൃദയപൂർവ്വം അനുസ്മരിക്കുന്നു. നമ്മളുടെ ഗായക സംഘം എന്നല്ല നമ്മുടെ ശുശ്രൂഷ, ഇതുപോലുള്ള ശുശ്രൂഷകൾ ഏറ്റവും അധികം അനുഗ്രഹകരമാക്കി തീർക്കുന്നതിന് ബഹുമാനപ്പെട്ട ശ്രീപാദാസ് അച്ഛൻ്റെയും പോളച്ഛൻ്റെയും നേതൃത്വത്തിൽ ഉള്ള ഈ പ്രിയപ്പെട്ടവർ നൽകിയ അവർ നേതൃത്വവും ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ. എൻ്റെ പേര് 2 അന്വർത്ഥമാക്കത്ത രീതിയിൽ ജോസഫും തോമസും ഒരു രീതിയിലും ജോസഫ് മാർ തോമസിൻ്റെ ഓർമ്മ ദൈവം അനുവദിക്കുന്ന വർഷം ഇനി അനേകം കാലം ഈ 2 പുരോഗതിയിലൂടെ നിലനിൽക്കും എന്നുള്ളത് വലിയ ദൈവ അനുഗ്രഹമായിട്ട് കാണുകയാണ്. ആദ്യമേ തന്നെ ദൈവത്തിന് പ്രത്യേകമായ നന്ദി ഞാനിവിടെ അർപ്പിക്കുകയാണ്. സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ വലിയ ഒരു സന്തോഷത്തോടെയാണ് ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ കുടുംബവും ഇന്ന് ആയിരിക്കുന്നത്. കുറേ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിട്ടും തൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഞങ്ങളെ വിളിച്ചടുപ്പിച്ച പൊന്നുതമ്പുരാൻ്റെ ആ വലിയ ദാനത്തെ ഓർത്ത്, ആ കരുണയെ ഓർത്ത് ആ പിതാവിൻ്റെ മുൻപിൽ ഞങ്ങളുടെ ശിരസ്സുകൾ ആദ്യമേ തന്നെ നമിക്കുന്നു. 2008 ഡൽഹിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അന്നു മുതൽ ഞങ്ങളുടെ ആത്മീയ പിതാവും പിന്നീട് 2015 രൂപത സ്ഥാപിതമായപ്പോൾ ഞങ്ങളെ സെമിനാരിയിലേക്ക് സ്വീകരിക്കുകയും ഞങ്ങളുടെ റീജൻസി കാലം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളെ നയിക്കുകയും ചെയ്ത, ഞങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത അഭിവന്യ ബർണബാസ് പിതാവ്, ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് പിതാവ് അവസാനമായി അർപ്പിച്ച ബലിയിൽ ഞങ്ങൾ 2 പേരും പിതാവിൻ്റെ കൂടെ പങ്കെടുക്കാൻ സാധിച്ചു എന്നത് മറ്റ് ഏതൊരു ബ്രദേഴ്സിനെക്കാട്ടിലും ഞങ്ങൾ വലിയ അഭിമാനത്തോടെ കണക്കാക്കുന്ന ഒന്നാണ്. പിതാവ് പൊതുവായിട്ട് അർപ്പിച്ച അവസാന ബലിയിൽ പിതാവിനോട് ഒപ്പമായിരിക്കാനും അതിനുശേഷം ആ യാത്രയിൽ പിതാവിൻ്റെ കൂടെ തിരിച്ചു വരുവാനുമുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ഈ ഒരവസരത്തിൽ ഞങ്ങളെ സെമിനാരിയിലേക്ക് സ്വീകരിച്ച, ഞങ്ങളെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ പടികളെല്ലാം കടത്തിവിട്ട ബർണബാസ് പിതാവിൻ്റെ ആ വലിയ സ്മരണയ്ക്ക് മുൻപിൽ ഞങ്ങളുടെ ശിരസ്സുകൾ നമിക്കുന്നു. തിരുബലിയേകുവാൻ
മോചന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ നിത്യമാം